മനസ്സിലായില്ല. ഉണ്ണി ദേശക്കാരനാണെങ്കിൽ ഇപ്പോഴല്ല എന്റെ പ്രവടിയെ കുറിച്ച് 4-8 ദിക്കിലറിഞ്ഞിട്ടുള്ളൂ. ഉണ്ണി ഇപ്പൊ തന്നെയാ എന്നോട് കൂടുതൽ ഇഷ്ടത്തിലും വന്നിട്ടുള്ളൂ. മുൻപില്ല എന്നല്ല പറഞ്ഞേട്ടാ. അപ്പൊ ഉണ്ണിയുടെ കാര്യം ഞാൻ നടത്തി തന്നാ പോരെ. ഒരു വെള്ളി വിധം എനിക്ക് ഇട്ട് വെച്ചേ. വേണ്ട ഉണ്ണിയെ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? നക്ഷത്രം പറഞ്ഞു സമയമൊന്നുമില്ല. എന്തിനാ? കിട്ടും, കബളിപ്പിക്കില്ല. അല്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് നീ അത് കയ്യിലുള്ളത് കളഞ്ഞു പോന്നിട്ട് എന്നോട് പഴി പറയരുത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? ഒരു ഇല്ലത്തേക്ക് ഞാൻ നിന്നെ പറിച്ചു നട്ടിട്ട് നീ ഇത് വിട്ടാൽ മതി ഒന്ന് ചോദിക്കണേ. ആ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. നിനക്ക് അവിടെ നിന്ന് ഒരു കടലാസം കൊണ്ട് കിട്ടേണ്ട കാര്യമില്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് നീ അത് കളഞ്ഞിട്ട് അത് കിട്ടില്ല എന്ന് പറഞ്ഞ എന്നെ പഴി പറയരുതെന്ന് പറഞ്ഞു. നീ ഒന്ന് ചോദിച്ചറിഞ്ഞേക്കണം. വിശുദ്ധ വിവരം മനസ്സിലായില്ലേ? ആ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഞാൻ നിന്നൊരു ഇല്ലത്തെ കൊണ്ടുവന്ന് വെച്ച് കെട്ടിപ്പൂട്ടി വെക്കാൻ നിൽക്കുമ്പോ ഞാനൊരു സമയം കണ്ടിട്ട്, ഞാനൊരു ഇല്ലം കണ്ടിട്ട്, ഞാനൊരു കാര്യം കണ്ടിട്ട് അതന്നെ ഞാൻ നിന്നോട് പറഞ്ഞു. മനസ്സിലായ? റിസൈൻ ചെയ്തിട്ട് അത് റിസൈൻ ചെയ്ത് കാണിക്കണം. ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന് കാണിക്കണം. അല്ല അത് കബളിപ്പിക്കില്ലല്ലോ എന്നാ ഞാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവര് അല്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അപ്പൊ നീ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നു നേത്രത്തിന്റെ അല്ലേ? അല്ലേ? ആർക്കാ അതിന് തന്നത്? അല്ലേ? അത് ഞാൻ മാറ്റി തന്ന. നീ അതിനെനിക്ക് പൊരുളും തന്നു. മനസ്സിലായില്ല? എൻ്റെ അച്ഛന് അത് നേത്രത്തിന്റെ അവകാശമുള്ളൂ. മനസ്സിലായില്ല? നേത്രത്തിന്റെ ദോഷാംശങ്ങൾ തീർക്കാൻ എൻ്റെ അച്ഛന് അവകാശമുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ആ ഉണ്ണി സന്താനത്തിന്റെ അപരാധി തീർത്തപ്പോ നീ എനിക്ക് 2 നേത്രം സമർപ്പിച്ചു. മനസ്സിലായില്ല? അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഇത് ഞാൻ എന്താ ചോദിച്ചേ? ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അത് എഴുതി കൊടുത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ട് അവര് തന്നില്ലെങ്കിൽ പഴി എന്നെ പറയരുതെന്നാ ഞാൻ പറഞ്ഞു. മുഴുവനും വിശദീകരണമായിട്ട് ചോദിച്ചറിഞ്ഞേക്കണം. എന്നിട്ട് നീ എഴുതിക്കോ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ. മതിയാ പോലെ അതൊക്കെ ഞാൻ തരപ്പെടുത്തി തരാം. ഞാനതല്ലേ പറഞ്ഞു. ഞാൻ മേഡം 10-ന് മുമ്പ് തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. മേഡം 10-ന് മുമ്പ് ഞാൻ തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ വാക്കാ. ഞാൻ ആ വാക്കിന്ന് മാറില്ല. മനസ്സിലായി? ആ അപ്പൊ ഈ ഉണ്ണിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായില്ലേ? നിനക്ക് തരാണ്ടെന്ന് മനസ്സിലായില്ലേ? ആ അത് തന്നെ ഞാനും പറഞ്ഞ ആ മരപ്പെട്ടിക്കകത്തുണ്ട്. തരില്ല. അത് അങ്ങനത്തെ ഒരു മുതലാ. ആദ്യത്തെ ആ നിര്യാണം വന്ന് പോയിട്ട് പിന്നെയും ഭേദം ഉണ്ടായിരുന്നു. ഇത് അതിനേലും 10 ഇരട്ടിയാ അല്ലേ? ഒരു വഴിക്കെടുക്കില്ല. ഏതെങ്കിലും ഒരു വഴിക്കെടുക്കണ്ടേ? അതൊരു വഴിക്കെടുക്കാത്ത മുതലാ. അപ്പൊ ഞാൻ വഴിക്കെടുപ്പിച്ചു തരാം. മതിയാ? എന്ത് ഔഷധക്കാരൻ എന്ത് ചോദ്യങ്ങളും എന്ത് പരിശോധന നടത്തിയാലും നിനക്ക് കേടുപാടില്ലാതെ കണ്ട് നിന്റെ ഈ 8 ആധാരം 18 അംഗലം ചോദിക്കുന്ന ചോദ്യങ്ങളും ശരീരത്തിനും കേടുപാടില്ല എന്ന് ഞാൻ കാണിച്ചെന്ന പോലെ അത്രല്ലേ വേണ്ടു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിയോട്. അത് നീ അറിയുന്നതിന് മുമ്പ് ഞാൻ ആ ഉണ്ണിയായിട്ടൊരു കച്ചവടം ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നീ പൊക്കോ. അത് ഞാൻ ആ ഉണ്ണിയായിട്ടുള്ള കാര്യമല്ലേ? അല്ലേ? എനിക്ക് വെള്ളിട്ട് വെച്ച് പറഞ്ഞു. മതി മതി മതി. ഇട്ട് വെക്കുമ്പോ പറയേണ്ട ആവശ്യം എന്താണുള്ളൂ? എൻ്റെ ഭവനത്തിൽ വേണ്ട കാര്യങ്ങൾ നടത്തി തരണം. എൻ്റെ ഭവനത്തിൽ കാവലായിട്ട് നിൽക്കണം. എന്നെയും എൻ്റെ ഭവനത്തിലുള്ള കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും കർമ്മങ്ങളും കർമ്മസ്ഥാനം വിദ്യയും അവർക്ക് വേണ്ട കാര്യങ്ങളും കൊടുത്ത് പരിപാലിച്ചേക്കണം. ഞാനില്ലാത്ത കുറവ് നീ നോക്കിയേക്കണം. എത്രേ വേണ്ടു? അത് തന്നെയാ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞു. ഞാനിരിക്കുന്ന വരമ്പത്ത് നീ കളിക്കണ്ട.
ഞാൻ അങ്ങോട്ട് ചോദിക്കാം, മനസ്സിലായില്ല. നിനക്ക് അത് കൂടാണ്ട് എവിടുന്നാ കിട്ടിയേ? വില്ലും പേര പണി നിനക്ക് എവിടുന്നാ വന്ന് കിട്ടിയേ? നിനക്ക് എന്തായിരുന്നു കർമ്മം? ആ, ആരായിട്ട് തർക്കണ്ടായേ? ആ മതി, ആരായിട്ട് തർക്കണ്ടായെന്ന് മാത്രം ചോദിച്ചാൽ മതി. ആ എന്താ പറഞ്ഞാ ഉണ്ണി നിന്നോട്? നിന്നെ ഞാൻ ഈ കർമ്മത്തിന് ഇനി വെച്ച് വാഴിക്കില്ല എന്നെങ്കിലും പറഞ്ഞാ? എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഇങ്ങനെ മുടക്കം പറയാറുണ്ട്. ഇവിടെ നോക്കാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, അങ്ങനെ. നീ ഈ കർമ്മത്തിന് ഇനി നടക്കില്ല എന്ന് പറഞ്ഞ അങ്ങേര്. നീ കർമ്മം ചെയ്ത് ഞാനൊന്ന് കാട്ടാന്നെങ്ങനെ പറഞ്ഞ? ആ മതി. ഉടമയല്ലല്ല, അല്ലല്ല, അതെന്നെ പറഞ്ഞു. അപ്പൊ കോംപ്ലൈൻസിൽ കയറി അവിടെ ഒരു 3 മാസം അവിടെ നിന്നോളൂ. അവിടെയും ഇതേപോലെ നിൽക്കാൻ പറ്റില്ല, നിന്നെ എവിടെയെങ്കിലും നിർത്തിങ്ങലല്ലേ. പിന്നെ ഉണ്ണിയുടെ കൂടെ പിറന്ന ഉണ്ണികളായിട്ട് എന്താ കുഴപ്പം? ആ ആ അതൊക്കെ ശരി. ഞാൻ ചോദിച്ചെന്താ, നിന്റെ കൂടെ പിറന്ന ഉണ്ണികളായിട്ട് എന്താ കുഴപ്പമെന്നാ ചോദിച്ചിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഞങ്ങൾ നന്നാകാൻ പാടില്ല, അതാണ് അവരുടെ എന്തെങ്കിലും മണ്ണ് സംബന്ധമായിട്ട് വല്ല കുഴപ്പമുണ്ടായിട്ടെന്താ? ആ അവിടെ ഒരു ഒരു സഹായം ചെയ്തതല്ലേ നീ അവർക്കൊക്കെ, അല്ലേ? നിന്റെ കൂടപ്പറപ്പായിട്ട് കൊണ്ടുവിടുന്ന കൂടപ്പറപ്പ് തന്നെയാ. സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടുവിടുന്നല്ലേ. ഇപ്പൊ കിട്ടിയ കൂലി നിനക്ക്? ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവരില്ലേ? അപ്പൊ മനസ്സിലായോ നിനക്ക്? ഉണ്ണി, ഞാൻ തെറ്റ് പറഞ്ഞതല്ല നിന്നെ. നീ അത്ര ലാളിച്ച്, നീ കർമ്മം ഉണ്ടായിരുന്ന കാലത്ത് ഓരോന്നും വാങ്ങിച്ചു കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുവിടുന്നു ആ ഉണ്ണികളെ. ഇപ്പൊ എന്തുണ്ടായി? എല്ലാം ഒരു കെട്ടായി, ഒരു കൂട്ടമായി, അല്ലേ? അപ്പൊ നീ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ കടലാസ്? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തോ? എന്തെങ്കിലും പറഞ്ഞു ഞാൻ കൊടുത്തോ? അല്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അറിഞ്ഞിട്ടില്ല. നീ പുറത്ത് പോകണമെന്ന് ചോദിച്ചെന്ന് മാത്രം ഞാൻ ചോദിച്ചു. കൊടുത്തു. നിന്റെ സമയം നല്ലതാ. വ്യാഴം 11 ബലവാനായിട്ട് നിൽക്കാം. നിന്നെ ആരടിച്ചാലും വീട്ടിലുണ്ണിയാ വീണ്ടെടുന്നു. നീ അന്ന് ശനി അഷ്ടമത്തിൽ പോയി കിടക്കുന്നു. ഇപ്പൊ ശനി 2 ബലവാനായിട്ട് ഞാനുണ്ട്. നീ കൊടുത്തു. മതിയാ? അമ്മ ഒറ്റയ്ക്കാണ് വീട്ടില്. അപ്പൊ അമ്മേനെ നോക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയാ മതിയാ? മതി. ഞാൻ നോക്കിയാ മതി? മതിയാ? നീ എന്നെ മകനായിട്ട് കണ്ടാ മതി, ഞാൻ നോക്കിയാ മതി. ഇന്ന് തൊട്ട് നിന്റെ കൂടെ ഞാനുണ്ട്. മതിയാ? മതിയോന്ന് സമ്മതിച്ച? നിനക്കൊരു കുറവില്ലാക്കണ്ട. നീ നിന്റെ കൂടെ ജനിച്ചതും നിനക്കൊപ്പം മുന്നും പിന്നും ജനിച്ച നിന്റെ കൂടപ്പറപ്പുകളുടെ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ഏത് ആഭിചാരകർമ്മങ്ങളുടെ അതൊക്കെ തീർത്ത് ഞാൻ നിന്റെ ഒപ്പം നിന്നാ മതിയാ? എന്തെങ്കിലും വെള്ളി നാണയം വല്ല ചെമ്പോറത്തകളൊക്കെ കിട്ടിയ പറമ്പിന്ന്? പണ്ട് കിട്ടിയിട്ടുണ്ട്. ആ മതി. ഉണ്ണി വേണം. അമ്മ ഒരു തവണ നക്ഷത്രം എന്താ? സമയം നല്ലതാ, അത് ഇല്ല. രണ്ടുപേരും നക്ഷത്രം നല്ലതാ. ഒരു കുടം കൊണ്ട് നീര്, ഒരു കോളത്തിന്റെ കാരം നീ നിന്റെ പേരിൽ കൊടുത്തേക്കണം. ഈ ഉണ്ണിയുടെ പേര് എല്ലാ തിങ്കളായി മുടങ്ങരുത്. എന്തിനാന്നറിയും? നിന്റെ കൂടപ്പുറപ്പോൾ അത്ര വിലയ്ക്ക് അത് കൊടുത്തേക്കാം. ഈ ഉണ്ണിന്ന് പൊക്കോട്ടെ, അവിടെ നിന്ന് കയറി പോരാൻ മതി. അത് വേണ്ട. ആ വീട്ടിൽ നിന്ന് മാറണമെന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് ആ വീട് 2ാമത് പുതുക്കി പണിതാണ്. അപ്പൊ ആ സമയത്ത് കിട്ടാൻ പണിയെന്ന് പറഞ്ഞാൽ വന്നിട്ട് അല്ല, മണ്ണ് ദോഷമില്ല, മനസ്സിലായില്ലേ? ഇവരെല്ലാ ദോഷക്കാര്, ഇവരെല്ലാ ദോഷക്കാര്, മനസ്സിലായില്ലേ? നീ കിടന്ന പാത്രത്തിൽ കിടന്ന ആ കൂടപ്പറന്ന ഉണ്ണികളാ ദോഷക്കാര്, അല്ലാണ്ട് നിന്റെ മണ്ണിന് ദോഷമില്ല. മനസ്സിലായില്ല? അവരെ ഇരിക്കുന്ന കാലം വരെ, നീ മണ്ണിൽ വസിക്കുന്ന കാലം വരെയായാലും ശരി സമ്മതിക്കില്ല നന്നാവാൻ. മനസ്സിലായില്ല? അവിടെ നിന്ന് വന്ന പണിയും ആ
ആ കർമ്മസ്ഥാനത്തുള്ള എല്ലാം കൂടിയാ. ശനി ബലവാനായിട്ട് നിൽക്കുന്ന സമയത്താ ഉണ്ണി വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ? മനസ്സിലായില്ല. ഇവിടുന്ന് വിട്ടുപോകാൻ നോക്കിയാ? മനസ്സിലൊക്കെ ചിന്ത വരാറുണ്ട്. മണ്ണ് വിട്ടുപോകാൻ നോക്കാം. മനസ്സിലായില്ലേ? ഈ ഭൂമി മലയാളം വിട്ടുപോവാ. എവിടിക്കാ നമ്മൾ പോവാ? എവിടിക്കാ? അച്ഛന്റെ വിളി വരുമ്പോ അതെല്ലാവരും കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക. അത് അച്ഛന്റെ വിളി വന്നാലും ശരി, അതൊരു ക്രൂരതയാ അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുക. അതെന്താ വെച്ചാൽ അവരങ്ങനെ ചെയ്യിക്കണം. മനസ്സിലായി? നീ നിന്റെ സന്താനങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അവർ ഏതെങ്കിലും ഒരു പെൺസന്താനം കെട്ടിപിടിപ്പിച്ചുകൊണ്ടെന്ന്. നിന്റെ സന്താനങ്ങളെ കൊണ്ട് നിനക്ക് കണ്ണീര് ഇടയുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാ. നമുക്ക് തിരിച്ചെന്ത് ചെയ്യണ്ടേ? ആ മണ്ണ് അവർക്ക് കൊടുക്കാം, നമ്മൾ പറയുന്ന വിലക്ക്. ഇപ്പോഴല്ല, ഈ ഉണ്ണിന്ന് കയറിപ്പോ മതിയാ, അത് കൊടുത്ത ഉണ്ണിയെ. മനസ്സിലായില്ലേ? നീ ഇന്ന് കുറച്ചിങ്ങോട്ട് കയറിക്കോ, നിനക്ക് നല്ലൊരില്ല ഞാൻ തരാം. മനസ്സിലായ? രണ്ടുപേരുടെ പേരും പറയും പോലെ മായക്കാരാ, നീ എനിക്ക് വേണ്ട കാര്യം പ്രവർത്തിച്ചു തരണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ ഇന്ന് തൊട്ട് നിന്റെ കൂടെ കൂട്ടായിട്ടുണ്ട്, മകനായിട്ട് നീ എന്നെ വിളിച്ചു. ഭഗവതി വരുമ്പോൾ നിനക്ക് ഞാനൊരു ചിത്രം തരാം, എൻ്റെ ഒരു ചമ്പോരത്തങ്ങട് തരാം, നിനക്ക് രക്ഷയായിട്ട്. ചില സമയത്ത് സന്ധ്യക്ക് നടന്നു പോകുന്നുണ്ട്, സന്ധ്യക്ക് ഇരിക്കുന്ന സമയത്ത് നിന്റെ പിന്നിൽ ഒരു ആൾമാറാട്ടം തോന്നാറുണ്ടോ? ആ, മനസ്സിലായ? അത് എവിടുന്ന് വന്ന് പണിയാണെന്നറിയോ നിനക്ക്? അത് നല്ലതിന് വരുന്നതല്ല, നിന്നെ തണ്ടിടാനാ. അത് നിന്റെ നിന്റെ കൂടെ പിറന്ന ഉണ്ണികൾ ചെയ്യുന്ന പ്രവൃത്തിയാ. ഉണ്ടാ, നിന്റെ മേല് തൊടാൻ പറ്റില്ല, മേല് തൊടാൻ പറ്റില്ല. ആരോടാ ഇഷ്ടം നീ ഒന്ന് പറഞ്ഞു? അതൊന്ന് കേക്കട്ടെ, എന്നിട്ട് അടുത്ത വാചകം പറയാൻ പറഞ്ഞു. അല്ല പറഞ്ഞു, ഒരു മുൻതൂക്കം ആരോടെങ്കിലും 8 ഉണ്ണി സന്താനങ്ങൾക്ക് ജന്മം നൽകിയാലും ഒരു ഉണ്ണിയോട് ഇഷ്ടമുണ്ടാവും ഇല്ലേ? ആ, അതറിയാൻ വേണ്ടിട്ടാ. ഇപ്പൊ കിട്ടിയില്ലേ? ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് കിട്ടി, സന്തോഷമായില്ലേ? ഞാനുണ്ട് നിന്റെ കുഴപ്പം, ഞാൻ നോക്കിപ്പോ. അപ്പൊ എല്ലാം മാസത്തിനും മുടക്കും കൂടാതെ കർമ്മം പ്രവർത്തിച്ചേക്കാം, ജനമിരിക്കൽ വേണ്ടി 2 നേരം വിട്ടുവെച്ചേക്കാം. എൻ്റെ കർമ്മമേഖല എന്താണെന്നൊരു കടലാസിൽ എഴുതാം, എൻ്റെ നാമോദം നക്ഷത്രം എഴുതാം, എൻ്റെ ഇല്ലത്തിൻ്റെ പേര് എഴുതാം, 2 തീപ്പൊച്ചി വിട്ടുവെച്ചോ നിനക്ക് തന്നേക്കാം. ഇനി നിനക്ക് നല്ലൊരു കാര്യം വരുന്നുണ്ട്, മീനമാസത്തിൽ കഴിഞ്ഞോളൂ. അതല്ലേ പറഞ്ഞേ, നിനക്കൊരു കർമ്മമേഖല വരുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞ എൻ്റെ കാര്യത്തിൽ ഇറങ്ങിയ ഇപ്പൊ നിന്റെ ഭവനത്തിലാണ് പിന്നെ കെട്ടി ഉണ്ണി നിന്റെ കൂടെ ഉണ്ടാ. സന്തോഷല്ലേ? സന്തോഷല്ലേ? അങ്ങനെ പോയാൽ പോലെ. അങ്ങനെ പോകണ്ട, അതിന് വേറെ കാര്യമില്ല. അങ്ങനെ പോകണ്ട. ദിനം ഒരു 2 വെള്ളി എല്ലാ കാര്യങ്ങളും നടക്കുന്നു. കുഞ്ഞു വെച്ച ഈ വെള്ളിൻ്റെ ഭവനത്തിന് നിങ്ങൾ കിടക്കുന്ന മുന്നേറയിൽ മുടക്കം കൂടാതെ നിന്നെയും നിന്റെയും ഇതായി ഉയരുന്നു. എൻ്റെ സന്താനങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളിച്ച് വെച്ചു. അപ്പോൾ പുള്ളിയുടെ ദേശത്ത് രാജസങ്കല്പമായുള്ള കരുത്തുള്ള, അതായത് നവഗ്രഹ ക്ഷേത്രം എവിടെയുണ്ടെങ്കിൽ അവിടെ ഒരു രാഹു കൂട്ടിക്കൊടുത്തില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഇല്ലെങ്ങാനും നാഗസങ്കല്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാഹു കൂട്ടിക്കൊടുത്തില്ല. കേട്ടോ, എല്ലാ ചൊവ്വാഴ്ച ദേശത്ത് ചൂടക്കാരുടെ ആസ്ഥാനത്ത് സന്താനത്തിൻ്റെ ക്ഷീരം കൊണ്ടോ ഇളനീര് കൊണ്ടോ അട്ട വെച്ചിരിക്കാം. ദിനം സങ്കല്പിച്ച് കണ്ടത്തിലെ
പിന്നെ സങ്കല്പിക്കേണ്ടത് കണ്ടത്തിന് മിന്നിലേക്കാരും പിന്നെ നാമോദിനെ സന്താനത്തിന്റെ ഭോഗങ്ങളെ കലക്കി വേണ്ടിയിട്ട് വെച്ചേക്കാം. ഇത് പുണ്യ സന്താനങ്ങൾ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ തൊടാതെ കണ്ടു വെച്ചേക്കാം. വെള്ളി നാണയം പുഷ്പം ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് ഒഴിഞ്ഞു കളഞ്ഞു. ഞാൻ നോക്കിക്കോ കേട്ടാ. പടി കടത്തിട്ടോ കയറുന്നതിന് മുമ്പ് പടി കടത്തിട്ടോ ആ വെള്ളി നാണയം നിന്റെ മുറിയറയിൽ തൊടാതെ കണ്ട് വെച്ചേക്കണം. അതായത് എന്നെ കാണത്തക്ക രീതിയിൽ ഏതെങ്കിലും ഭാഗത്ത് വെച്ചേക്കാം. അപ്പോ ഭവനത്തിൽ ആ ഉണ്ണി തോന്നി കയറുന്ന സമയത്ത് കലഹങ്ങളില്ലാതെ കണ്ടം പറയുന്ന വാക്ക് കേട്ട് സന്തോഷത്തോടുകൂടി നടക്കാനുള്ള വഴി ഉണ്ടാക്കിയിട്ട് ആ വീട് സമയത്ത് മനസ്സിലായി. അത് കോപം വരുന്നതാ ഇതാ കർമ്മം കൊടുത്തിട്ട് ആ പാലം ആടുന്ന സ്ത്രീ കണ്ട കർമ്മം നടക്കുന്നത് എന്നിട്ട് പ്രാർത്ഥിച്ചു പോരെ. അപ്പോൾ രാഹുബന്ധം സംബന്ധമായിട്ടുള്ള എൻ്റെ നക്ഷത്രത്തിൽ ചതയം നക്ഷത്രം അല്ലെ ചതയല്ലേ പറഞ്ഞു ചതയം നക്ഷത്രമായി ഞാൻ ഇത്ര വയസ്സ് കാലപ്രായമായിട്ട് അപ്പോൾ എൻ്റെ കർമ്മസ്ഥാനത്തിന് എന്തെങ്കിലും ദോഷങ്ങളും കാലതാമസങ്ങളും അതൊക്കെ തീർപ്പുണ്ടാക്കി തന്നെ എന്ന് പറയാം. ഈ വെള്ളിയിട്ട് വയ്ക്കുമ്പോൾ നിന്റെ ഭവനത്തിലെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളും നിന്റെ മിന്നുകെട്ടിലായ ഉണ്ണിയുള്ള കാര്യങ്ങളും ഭവനത്തിൽ വേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എനിക്ക് വെള്ളിയിട്ട് വെച്ചോ ഞാൻ തീർപ്പുണ്ടാക്കി. ഇത് ഭവനത്തിൽ കയറുന്നതിന് മുമ്പേ ഉദരം മൊഴി മൂന്നും കൂടിയ വഴി എവിടെയാ വരാന്ന് വെച്ചാൽ നീട്ടോ. ഇപ്പൊ പോകുമ്പോ മൂന്നും കൂടിയ വഴി മൂന്നും കൂടി കവലയില് ഉദരം മൊഴിഞ്ഞ് ഞാൻ വെച്ച് പോറ്റി വളർത്തി മിന്ന നാമോദയം മിന്ന നക്ഷത്ര എന്റെ ഉണ്ണി സന്താനത്തിന് ഇത്ര വയസ്സ് കാലപ്രായം 2 അണ്ടക്കുളായി നിന്റെ ഇല്ലത്ത് ഞാൻ വരണം. ഇനി ഞാൻ നിന്റെ ഇല്ലത്തേക്ക് വരണമെങ്കിൽ എന്റെ ഉണ്ണിയുടെ മംഗല്യം നടത്തി തന്നെ മൂന്നും കൂടി കവല 3 ഭാഗത്തു നിന്ന് വരുന്ന വഴിയിൽ നീട്ടോ. എന്നിട്ട് നീ നിന്റെ ഭവനത്തിൽ വരും. ഏത് ഭാഗത്ത് ചെന്ന് പോയി മുട്ടുന്നോ ഏത് ദിക്കിൽ പോകുന്നു അതൊന്നും എനിക്കറിയണ്ട. മൂന്നും കൂടി കവലയിൽ ഞാൻ നിന്നെ സങ്കല്പിച്ച് മൂന്നും കൂടി കവലയിൽ നിന്നെ നിർത്തിയിട്ടുണ്ട്. നീ പോയി എന്റെ ഉണ്ണി സന്താനത്തിന് പറ്റിയൊരു പെൺ സന്താനത്തിനെ കണ്ടുപിടിച്ച് അധികം വൈകാതെ കണ്ട് കൊണ്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നിന്റെ ഇല്ലത്തേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞ് 5 വലത്ത് വെച്ച് എന്റെ ഇല്ലം പടി കറന്ന് പോക്കോ. എന്നിട്ട് നിന്റെ ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് മൂന്നും കൂടിയ വഴിയിൽ ഇട്ടിട്ട് നീ ഭവനത്തിൽ കയറി ഒരാളോടും മുണ്ടെടുത്ത് പോക്കോ പോരെ. എന്താ കാരണം? നിങ്ങൾ സ്നേഹബന്ധല്ലേ അതുമാതിരി ഉണ്ടാവുന്നുള്ള ചിന്തയാണ് നിനക്ക്. അത് ആദ്യം കളഞ്ഞ ശരി അതാദ്യം കളഞ്ഞ ശരിയായില്ല. മനസ്സിലായില്ലേ? ആ ഉണ്ണി സന്താനം ഇടപഴകുന്ന മേഖല അങ്ങനത്തെ അല്ലേ. അപ്പൊ നിനക്ക് കൈവിട്ടു പോകുന്നുള്ള പേടിയില്ല. അപ്പോ എന്റെ നിർവാഹമില്ല. ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണിക്ക് വേണ്ട കാര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഞാനിത് ആ ഉണ്ണിയോട് എന്താ ചോദിക്കേണ്ടിരുന്നെ? നീ ഇത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എനിക്കറിയാം. ആ സന്ദേഹം മനസ്സിൽ നിന്ന് വിട്ടാൽ ഞാൻ നിന്റെ കൂടെ വരാം. മതിയാ? ഇന്ന് തൊട്ട് സന്ദേഹം ഉണ്ടാവില്ല എന്ന് പറയും. സമ്മതിച്ചാ? തല്ലൂടരുത്. അത് തന്നെ പറഞ്ഞ അത് നിർത്തിയാൽ തീരുമാനമായി. അത് പറ്റില്ല എന്ന് മനസ്സിലായില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞു. നീ എന്താ ചിന്തിക്കണേ? എന്നെ വാട്ടി വിളച്ച പോലെ വേറെ ഏതെങ്കിലും വാട്ടി വിളച്ച് പോകുന്നുള്ള ചിന്തയല്ലേ നിനക്ക്? ആ ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് ഈ പടി ഇറങ്ങുമ്പോൾ മനസ്സിൽ നിന്ന് കളഞ്ഞു സന്തോഷമായിട്ട് നിലനിർത്തി തരാം. മതിയാ? എന്റെ വാഹനം വെച്ച് നീ എന്ത് വേണമെങ്കിലും ഭക്ഷിച്ചോ. നീരാട്ട് കഴിഞ്ഞൊന്ന് ദീപം തെളിച്ചോ. അതിനൊന്നും എനിക്ക് കുഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് പറയാം. അതല്ല പറഞ്ഞു. മനസ്സിൽ നിന്റെ സന്ദേഹം കളഞ്ഞു. നീ എന്നിട്ട് എന്നോട് തന്നെയല്ല ചോദിക്കണേ. അങ്ങനെ ഉണ്ടാവൂ അത് കളഞ്ഞു. നേരം കഴിഞ്ഞിട്ടേ നേരം വൈകി വരുമ്പോൾ നിന്റെ ചിന്ത എന്താ? നീ ആകെ അടിമുട്ടി ഒന്ന് പരിശോധിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ പരിശോധന മുറക്കി നടക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം. മണത്ത് നോക്കണ്ട നീ. മനസ്സിലായ? വേറെ ഏതെങ്കിലും പെൺസന്താനങ്ങൾ നിന്റെ ശരീരത്തിൽ തൊട്ടോന്നറിയാൻ വേണ്ടിയാണ് മണത്ത് നോക്കണേ. അത് അങ്ങനത്തെ കയ്യാ. നീ ചില്ലറ കാര്യത്തില്ല. അത് പറ്റില്ല. ഈ നേരം വരെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ണിയെ കൊണ്ട്.
അല്ല ഈ നേരം വരെ കുഴപ്പമില്ല, നിന്റെ ചിന്ത അതെ. എന്നിട്ട് നീ എനിക്ക് ദീപം തെളിയിക്കുമ്പോ ചോദിക്കാം എനിക്കൊന്ന് കാണിച്ചു തരട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ? എന്നോട് ചോദിക്കാം എനിക്കൊന്ന് കാണിച്ചു തരുന്നത്. എനിക്കത് കാണിച്ചു തരില്ല പണിയില്ലേ? മനസ്സിലായോ? മനസ്സിലായ? അപ്പോ നേർവഴിക്ക് നടന്നു. ഞാൻ നിന്റെ പിന്നിലുണ്ട്, ഈ ആള് സമ്മതിക്കില്ല. എന്നോട് പോയി നോക്കിയിട്ട് വരാനാ പറയണേ. മനസ്സിലായ? എന്തിനാ ഉണ്ണിയെ ഞാൻ എന്ത് നടത്തി തരുന്നുള്ള വിശ്വാസത്തിന്റെ പേരില ഏതില്ലത്തുള്ള ഉണ്ണികൾ എന്നെ കാണാം. അതുപോലെ തന്നെ ഒരു ചരട് ബന്ധം വിശ്വാസ. മനസ്സിലായ? നീ ചിന്തിച്ച ആ ഉണ്ണി ചിന്തിച്ചാലോ കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? നിന്നെ പരിഹസിക്കാൻ പറഞ്ഞതല്ല. നീ ചിന്തിച്ച അതേ വാക്കും വചനം തിരിച്ച ആ ഉണ്ണി ചിന്തിച്ചാലോ തീർന്നില്ലേ ബന്ധം? അപ്പൊ ഈ ഉണ്ണി എവിടേക്ക് പോവാ? ഏത് മനസ്സിലായില്ലേ? അപ്പൊ ഇതെവിടേക്ക് പോകും? നിനക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളുള്ളത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയാവുന്നതല്ലേ? അപ്പൊ ഇനി നീയാ ചിന്തിക്കണ്ട. മനസ്സിലായി? ആ ഉണ്ണി മോശക്കാരനെന്ന് ഞാൻ ഈ നേരം വരെ പറഞ്ഞിട്ടുണ്ടാ? നിന്റെ ചിന്ത അങ്ങനെ. അതായത് എന്റെ കൂടെ വന്നപ്പോ പറഞ്ഞ വാക്കും വചനങ്ങളും വേറെ ആളെടുത്ത് പറഞ്ഞാലോ, എന്നേലും നല്ലത് കണ്ടാൽ അങ്ങോട്ട് പോയാലോ, അതിന്റെ മേഖല അതാണ്. അതല്ല നിന്റെ ചിന്ത. ആ ചിന്ത തിരിച്ച ആ ഉണ്ണി ചിന്തിച്ചാലോ കഴിഞ്ഞില്ലേ? രണ്ടും രണ്ട് വഴിക്ക് പോകില്ലേ? ഒരു 6 വഴിക്ക് പോകുന്ന രണ്ടും 2 വഴിക്ക് തിരിച്ചുവിടാൻ ഒരു ചാല് വെട്ടി മാറ്റിയാൽ മതി. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് സാരം മനസ്സിലായ? ഒരു 6 വഴിക്ക് പോകുന്നത് നേർക്ക് പോണ്ട 6. ഒരാള് വിചാരിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലൊരു കുരുട്ട് തോന്നിയാൽ ഒരു കൈക്കോട്ട് കൊണ്ടൊന്ന് കളച്ചാൽ മതി. ഒരു വഴിക്ക് പോകും, ഒരു വഴിക്ക് പോകും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായി? എന്ന് എത്രേ വേണ്ടു? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ അച്ഛൻ വിധിച്ച ചേർത്ത് വെച്ചതാ. അപ്പൊ സന്തോഷമായിട്ട് പോവാ. മനസ്സിലായ? ഒരു കൂവളത്തിന്റെ കാര്യം ഒരു കുടം കൊണ്ട് നീര് കഴിക്കും. ആ ഉണ്ണിയുടെ പേരിൽ കഴിക്കാൻ നീര് കൊണ്ടുവന്ന് ഉന്നോട് സ്ഥിരസ്ഥിരൊന്ന് തെളിക്കാൻ പറയാം കേട്ടാ. തീർപ്പുണ്ടാക്കി തരാം. പൊക്കം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? അച്ഛൻ്റെ ആലയം മനസ്സിലായില്ല? ശിവക്ഷേത്രത്തിലെ കൂവളം പൊട്ടിച്ചു കൊണ്ടുകൊടുക്കാൻ പറ്റുമോ നിനക്ക്? കൂവളത്തിന്റെ അരിയില്ലേ കൊണ്ടു കൊടുക്കില്ലേ? ആ പൊട്ടിച്ചു കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പൊ ശരീരം ഒഴിഞ്ഞു കാണിട്ട് ആ വേവലാതിയുള്ള ഭാഗം ഒഴിഞ്ഞ് അവിടെ കൊണ്ടുകൊടുക്കും. തൊടരുന്നു. മനസ്സിലായില്ല? ശരീരത്തിൽ തൊടരുന്നു. മനസ്സിലായില്ല? തൊടാതെ കണ്ടൊഴിയാ. മനസ്സിലായ? കാണിക്കാം. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കൊണ്ടുകൊടുക്കും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? ഇത് തടുക്ക് പോയാൽ വെച്ചു. എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ കൂവളത്തിന്റെ ഹാരം കൊടുത്ത് ഉടപ്പറന്നുള്ള ആസ്ഥാനത്തിൽ മഞ്ഞത്തൂളും കൊടുത്ത് ക്ഷീരം കൂട്ടി അരച്ച് പുരട്ട് തീർപ്പുണ്ടാക്കി തരാം. മനസ്സിലായ? എന്റെ നക്ഷത്രം പറഞ്ഞു. ഇപ്പൊ സമയം എന്താണ്? ആണ പെണ്ണ? അവിടെ ഏതെങ്കിലും പെൺസന്താനോട് നിനക്ക് വലിയ ഇഷ്ടമുണ്ടോ? അല്ല, ആരെങ്കിലും നിനക്ക് കൂട്ടു വല്ലവരുണ്ടാ? അങ്ങനെ ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല. ഉണ്ടാ? ഇപ്പില്ലാന്നാ? അപ്പൊ ഇതിന് മുമ്പുണ്ടായ നിന്റെ കൂടെ ആരാ വന്നേ? കേട്ടാ? കഥ പറഞ്ഞു കേട്ടാ? നക്ഷത്രം ഭരണിയല്ലേ? പിന്നെന്താ നീ വെച്ചടി ഏറ്റവും ഉള്ള സമയമാണല്ലോ. ഇപ്പോ 27 നക്ഷത്രക്കാരിലെ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന ഒരു നക്ഷത്ര ഭരണി. പിന്നെ നീ എന്റെ പിന്നിലേക്ക് പോണേ? എന്താ കാര്യം ഉണ്ടായി ആ ഉണ്ണിയായിട്ട്? പാകം പിടിച്ചാലേ അതാ ശരി. എൻ്റെ അടുത്ത് നിന്റെ കുട്ടിക്കളിയൊന്നും വേണ്ട ഉണ്ണിയെ. നീ ഏത് ദേശിക്കുന്നു വന്നു, ഏത് കുലക്കാരനായിട്ട് അതൊന്നും എനിക്കറിയണ്ട. നീ അതിന്റെ നിന്റെ ചിത്രം ആ ഉണ്ണിയുടെ ചിത്രം കൊണ്ടുപോവാ. 2 പേരെ വല്ല കർമ്മം പ്രവർത്തിച്ചോ ആ ദോഷം ഞാൻ തീർത്തിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. മതിയാ? എന്തിനാ ഉണ്ണി വേണ്ടത്? അതുകൊണ്ടാണുള്ള കുഴപ്പം. അറിയോ?
എന്തെങ്കിലും പറയേ ആരെങ്കിലും അവരറിയോ അറിയോ കാണിച്ചു തന്നില്ലേ? ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ടിട്ട് കാണിച്ചു തന്നിട്ടില്ലേ? കാണിച്ചു കൊടുത്തിട്ടില്ലേ? ആ മതി. ആരെ കാണിച്ചു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുത്തില്ലേ എന്ന് വെച്ചുള്ളൂ. ചിത്രം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? അപ്പോ രണ്ടുപേരുടെ പേരിലേ ഒരു 5 മാസക്കാലം കർമ്മം പ്രവർത്തിച്ചോ. രണ്ടുപേരെ ചിത്രം കൊണ്ടുവരും അടുത്ത കർമ്മത്തിന് വരുമ്പോ. ഞാനത് പൂർത്തീകരിച്ചു തരാം. ഭരണി നക്ഷത്രം ഉണ്ണി നീ നല്ല നിലയിൽ നിൽക്കേണ്ട സമയാ. മനസ്സിലാവണ്ട? നീ പിന്നെ എന്തിനീ അതെന്നാ ചോദ്യം? ഇതെങ്ങോട്ട് പറയലേ മുമ്പ് ഉണ്ണിയെ കഴിഞ്ഞ കർമ്മത്തിന് ഞാൻ ചോദിച്ചതാ. എന്താ അങ്ങനെ വന്നേ? അതെന്താ അങ്ങനെ വന്നേന്ന്? ഉണ്ണിയുടെ ഭാഗത്ത് വന്ന പിഴവോ അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ ഉണ്ണിയുടെ അതല്ല ഞാൻ എടുത്തു ചോദിച്ചു. ഉണ്ണിയുടെ ഭാഗത്ത് വന്ന പിഴവോ അവിടുത്തെ കർമ്മത്തിന്റെ എന്തെങ്കിലും പിഴവണോന്നറിയും. കഴിഞ്ഞ ആണ്ടക്കോൾക്ക് ശരിക്കും ശരീരത്തിലേക്ക് ഒരു സ്ത്രീ രൂപം വന്ന് കയറി. ഈ തവണ അത് ഉണ്ടായിട്ടില്ല. അത് തന്നെയാ പറഞ്ഞുള്ളൂ. അങ്ങനെ എന്താ വന്നേന്നാ ചോദിച്ചോ. എന്റെ കർമ്മി ഉണ്ണിയുടെ ഒരു ആട്ടം കണ്ടില്ല, ഒരു കാര്യം കണ്ടില്ല. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. എന്റെ ഉടപ്പറന്നോള് ഉണ്ണിയുടെ ശരീരത്തിലേക്ക് നടന്നു കയറാ. ആ പടിവാതിക്ക് നിൽക്കുമ്പോ മനസ്സിലായില്ല. ഇപ്പൊ എന്റെ ആട്ടക്കാരൻ അതിനകത്ത് കയറുമ്പോൾ ശരീരത്തിലേക്ക് കഴിയുന്ന നേരം വരെ കയറിയിരിക്ക. അതുപോലെ തന്നെ ഒരു പെൺസന്താനം സർവാഭരണ വിഭൂഷിതയായിട്ട് ചുവന്ന കോടി ആട കൊടുത്ത് നിന്റെ ശരീരത്തിലേക്ക് കഴിഞ്ഞ ആണ്ടക്കോട് കയറി വന്ന് ഈ ആണ്ടക്കോൾക്ക് വന്നില്ല. അതെന്താ സംഭവം? അത് നിന്നോട് വരാൻ പറഞ്ഞതിനാ ഞാൻ ചോദിച്ചുകൊണ്ട് മണ്ഡപത്തിൽ എന്താ അങ്ങനെ ഒരു പിഴവ് വന്നേന്ന്. അങ്ങനെ വരാൻ പാടില്ല. ഒരു ആണ്ടക്കോട് പുറത്തേക്ക് വരുന്നതല്ലേ. ശരീരത്തിലേക്ക് വന്നില്ല. അതാ പറഞ്ഞത്. ഉണ്ണിയുടെ പഴമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് കർമ്മത്തിന് വന്നപ്പോ ചോദിച്ചു. ഉണ്ണിക്ക് പഴമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ആണ്ടക്കോട് എന്റെ ഉടപ്പുറന്നോട് കാളി പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എല്ലാ 30 നാൾ കൂടുമ്പോഴും വരുന്നുണ്ട്. മണ്ഡപത്തിൽ ഒരു ആണ്ടക്കോട് വരുള്ളൂ. അപ്പൊ മണ്ഡപത്തിലെ കാര്യങ്ങൾ ഭംഗിയായിരിക്കണം, ഇതിനകത്തെ കാര്യങ്ങളും ഭംഗിയായിരിക്കണം. വന്നാലല്ലേ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഉണ്ണി ബലമായിട്ട് പിടിച്ചു കയറ്റിട്ടും എന്റെ കാളി വന്നില്ല. അകത്തുനിന്ന് തന്നെയാ വരേണ്ടത്. എന്റെ അനുഭവം ഉണ്ടായി. ഇത് മണ്ഡപത്തിൽ ചോദിക്കാൻ എന്താ? ഉണ്ണി വന്നു പോയി. മണ്ഡപത്തിൽ ഞാൻ ചോദിച്ചതാ ഉണ്ണിയോട് എന്താ അങ്ങനെ പിഴവ് സംഭവിച്ചെന്ന്. ഇല്ലേ? ആ അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. അന്നാണെങ്കിൽ പിഴവ് ഞാൻ തീർത്ത് പറഞ്ഞു തന്നാണ് എന്നെ തന്നു. പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാട്ടിക്കൂട്ടിലാവാൻ പാടില്ല. വെള്ളി മാത്രം മോഹിച്ചാൽ മതിയാ. അതുപോലെ തന്നെ എന്റെ കാളിക്കും ചിട്ടവട്ടം കൂടുതലാ. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് എങ്ങനെ വിളിച്ചാലും ഞാൻ വിളിക്കും. അപ്പോ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് പിഴവുണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഉണ്ണിക്ക് തന്നെ തൃപ്തിയായില്ല. പക്ഷെ ഉണ്ണിക്ക് ഇപ്പോഴും പേടിയുണ്ട്. എന്തെങ്കിലും എന്റെ കാളി അതല്ല ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനത് ചെയ്തപ്പോ എനിക്ക് എന്തെങ്കിലും വരുത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ പിഴവ് കൊണ്ടും കാളിയുടെ പിഴവ് കൊണ്ടും ഈ വരുന്ന ഒരു ഉണ്ണികൾക്കും അനർത്ഥം ഉണ്ടാവരുന്ന് പ്രാർത്ഥനാ സങ്കല്പമുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. കഴുത്തറ്റം മുങ്ങി എന്നിട്ട് എന്റെ അടുത്ത് വന്നേ. നാമോദയം പറഞ്ഞ്, നക്ഷത്രം പറഞ്ഞ്, ഇതാ മണ്ണിന്റെ തിരുമുമ്പിൽ കൊണ്ടൊന്ന് കുഴിച്ചു മൂടും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ആ കുഴിച്ചു മൂടും. സമയം നല്ലതാ. കുഴിച്ചു മൂടും. ഇനിയിപ്പോ അവർക്ക് വേണ്ടി സമചതുരാക്കാൻ പറ്റില്ലല്ലോ. കിടക്കുന്ന മണ്ണ് അങ്ങനെ തന്നെ ഇല്ല കിടക്കുള്ളൂ. ഉണ്ണിപ്പൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. എനിക്ക് പുറത്തും കൂടാക്കണ്ടേ. എനിക്കൊരു കർമ്മം പ്രവർത്തിക്കാൻ പറയാവുള്ളൂ. അത് കൂടാക്കണ്ട് ദിനം ഒരു വെള്ളിട്ട് വെക്ക്. മണ്ണ് വെക്കുന്നവരെ ഉണ്ണി അല്ലേ? അന്വേഷിച്ചതല്ലേ? ഇന്നൊന്നും കൂടി പോയി അന്വേഷിക്കും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം.
ആ മാടത്തിന് ഞാൻ ഇറക്കി തരാം. മതിയാ? ആ മാടത്തിന് ഞാൻ ഇറക്കി തരാം. നിനക്കറിയാം ആ കുപ്പമാട ഏതാണെന്നും എന്താണെന്നും. ആ ഞാനവിടെ നിന്നേ നിന്റെ കൈക്കുമ്പിളിൽ കൊണ്ടൊന്ന് എത്തിച്ചു തരാം. ഉണ്ടാ അണ്ട് ഒരു തല്ല് ഞാൻ തല്ലു. മതിയാ? ഒരു തല്ല് ഞാൻ തല്ലുന്നു. ആ അതിന് നീ മനസ്സിലാക്കിയത് ഒരു ചെറിയ തല്ല് കൊടുക്കണ്ടേ? മാതാവ് ഉണ്ണിപ്പൈതങ്ങളെ തല്ലില്ല, അതുപോലെ തന്നെ ഞാനൊരു ചെറിയ തല്ല അങ്ങോട്ട് തല്ലും. കർമ്മം കിട്ടുമെന്നാ ചോദിക്കുന്നത് എന്നോട്. എല്ലാം ഉണ്ടേ അധികാരികളെ. കിട്ടും. നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ തരാം. സമയം ഞാൻ തരാം. ഇതേ നിന്റെ ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് പടി കിടത്തിട്ടോ. നിന്നെ കർമ്മം കിട്ടണമെന്ന് പറഞ്ഞു.